What's up, Chelsea fans, football fans? Welcome back to Chelsea Current Channel. Come on! Yes! Yes! What a performance. What a ground-breaking performance. അതായത് ഈ ഒരു സീസണിൽ പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ്സ് ബീൻ എ ക്രേസി സീസൺ. ആൻഡ് ഈ ഒരു ക്രേസി സീസണിൽ ഈ ഒരു മത്സരം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ വരെ ഏറ്റവും പോച്ചിൻ ഡൈഹാർഡ് അല്ലെങ്കിൽ ബ്ലൈൻഡ്ലി വിശ്വസിച്ച് പോച്ച് ഇൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ടർ അല്ലെങ്കിൽ ഒരു ഡൈഹാർഡ് ചെൽസി ഫാൻ പോലും ഈ ഒരു സ്കോർ ലൈൻ വെസ്റ്റ് ഹാമിനെതിരെ പ്രൊഡിക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഇറ്റ് വാസ് ഇംപോസിബിൾ. അങ്ങനെ കാരണം വെസ്റ്റ് ഹാം എന്ന് പറയുന്ന ഒരു ടീം അത്രയ്ക്ക് എന്താ പറയുക വളരെ മോശമായിട്ടുള്ള ഒരു ടീം അല്ല. ദേ പ്ലേ വെൽ. പ്രത്യേകിച്ച് കഴിഞ്ഞ മത്സരം നമ്മൾ കളിച്ചതിൽ കൗണ്ടർ അറ്റാക്കിങ്ങിൽ നമ്മൾ ഓപ്പൺ ആയിട്ട് ആന്റോണിയോ സ്കോർ അടിച്ചിരിക്കുന്ന സിറ്റുവേഷൻ ആണ്. അപ്പൊ ഏറ്റവും കൺസർവേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്ന ഒരു 1-0 അല്ലെങ്കിൽ ഒരു 2-1 ജയം പറയുകയാണെന്നുണ്ടെങ്കിൽ പറയുന്ന ഒരു കേസാണ്. ഈവൻ എ ഡൈ ഹാർഡ് പോച്ച് ആൻഡ് ഫാൻ പോലും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു നാരോ വിക്ടറി ആയിരുന്നു. ബട്ട് ബീറ്റിംഗ് വെസ്റ്റ് ഹാം 5-0 കഴിഞ്ഞ 100 വർഷത്തെ ചരിത്രത്തിൽ ചെൽസി വെസ്റ്റ് ഹാം നേരിടുന്ന ചരിത്രത്തിൽ ആദ്യമായിട്ട് 5-0 ചെൽസി വെസ്റ്റ് ഹാമിനെ തോപ്പിക്കുന്ന ഒരു മത്സരം ഹാസ് ബീൻ ഹിസ്റ്റോറിക്കൽ. ആൻഡ് രസകരമായ ഒരു കാര്യം, ആസ്നലിനെതിരെ കളിച്ചതിന്റെ നേരെ വിപരീതമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ കളിച്ചത്. ആസ്നലിനെതിരെ വി വർ ഹൊറിബിൾ, വി വർ പത്തറ്റിക്. ദിസ് വൺ വി വർ ഡോമിനേറ്റിംഗ്, വി വർ കൺട്രോളിംഗ്, വി വർ ക്രിയേറ്റിംഗ് ചാൻസസ് ആഫ്റ്റർ ചാൻസസ് ആൻഡ് വി സ്കോർഡ് ഗോൾസ്. ആൻഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റ് ഹാം അവിടെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വാസ് അബ്സല്യൂട്ട്ലി ഡിസ്ഇൻട്രസ്റ്റഡ്. അവർക്ക് കളിക്കാൻ പോലും താല്പര്യം ഉണ്ടായിരുന്നില്ല. 60 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഈ മാച്ച് എങ്ങനെയെങ്കിലും തീർന്നാൽ മതി എന്നൊരു ബോഡി ലാംഗ്വേജ് ആയിരുന്നു. അത്രത്തോളം ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മയുണ്ട്, സിറ്റി ആയിട്ട് നമ്മൾ കളിച്ചത് മരിസോ സാരിയുടെ സീസണിൽ 6-0 6-1 എന്തൊരു നമ്മൾ നടന്നപ്പോഴത്തേക്കും അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ കളിക്കുന്നത് നിർത്തി. സിറ്റി മറ്റേ അവരുടെ ഹാഫ് ലൈനിൽ അങ്ങോട്ട് 1 ടച്ച് പാസ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു കൂട്ടുകാരും നമുക്ക് ഇത് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നല്ലോ നമുക്ക് എന്നുള്ളത്. ഇന്ന് നേരെ മറിച്ചായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ആൻഡ് ദിസ് ഫീൽസ് ലൈക്ക് എ വിൻ ബിക്കോസ് നമ്മൾ എന്താണ് ആസ് എ ഫാൻസ് നമ്മൾ ഈ ഒരു സീസണിൽ എന്താ പറഞ്ഞ അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ ഒരു എക്സ്പീരിയൻസിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു റിസൾട്ട് നോക്കുമ്പോൾ വളരെ വളരെ സാറ്റിസ്ഫാക്ഷൻ ആണ്. അതും പ്രത്യേകിച്ച് സീസണിന്റെ അവസാനം ഇങ്ങനെ ഒരു റിസൾട്ട് കാണുമ്പോഴത്തേക്കും ഇറ്റ്സ് എക്സ്ട്രീംലി ഹാപ്പി. അതോടെ തന്നെ ടോപ്പ് 7 മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അടുത്ത മത്സരമുണ്ട്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ന്യൂ കാസലിനും മത്സരമുണ്ട്. അപ്പൊ അതിലൊരു വിജയി ഉള്ള ഒരു സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. ആൻഡ് പറയപ്പെടുന്നത് ഡേവിഡ് ഓൺസ്റ്റീൻ ഇസ് ടിപ്പിക്കലി വെരി വെരി ഗുഡ് സോഴ്സ്. ചെൽസി ആർ എക്സ്പെക്ടിങ് യൂറോപ്യൻ കോൺഫറൻസസ് എന്നുള്ളതാണ്. ഇനി ഇത് കോൺഫറൻസ് എത്തിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സീസണിൽ 7th ഫിനിഷ് ചെയ്തു, എന്ത് ചെയ്യും? വിൽ ദേ സാക്ക് കോച്ച്? which will absolutely ridiculous അല്ലേ? നമുക്ക് ഇനി അതിനെ കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ലെറ്റ് സ്റ്റാർട്ട് ഡിസ്കസിങ് അബൌട്ട് ദ മത്സരം, അബൌട്ട് ദ മാച്ച്. ലൈനപ്പ് വളരെ സെയിം ലൈനപ്പ് തന്നെയാണ്, നമ്മൾ സ്ഥിരമായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരു ലൈനപ്പ് തന്നെയാണ്. തിയാഗോ സിൽവാസ് ഇൻക്ലൂഷൻ വാസ് എ മാസീവ് സർപ്രൈസ്. കാരണം ഞാൻ പ്രതീക്ഷിച്ചത് പുള്ളിക്കാരൻ ബോൺമത്തിനെതിരെയുള്ള മത്സരത്തിൽ അവസാനമായിട്ട് ചെൽസിനെ ക്യാപ്റ്റൻ ചെയ്യും എന്നുള്ളതായിരുന്നു. ബട്ട് വി ഹാഡ് എ ഫാന്റാസ്റ്റിക് ബെഞ്ച്. ഫൈനലി വി ഹാഡ് എൻകുങ്കു, വി ഹാഡ് മാലോ ഗുസ്തോ, വി ഹാഡ് സ്റ്റേർലിംഗ്, വി ഹാഡ് ലിവായ് കോൾവിൽ. അങ്ങനെ നമുക്കൊരു പ്രോപ്പർ ബെഞ്ച് ചെൽസിയിൽ നമുക്ക് കാണാനുണ്ടായിരുന്നു. ഇറ്റ് ഇസ് ഫെൽറ്റ് ലൈക്ക് എ ബെഞ്ച് സ്ട്രെങ്ത് എന്ന് കാണാനുണ്ടായിരുന്നു. കളി തുടങ്ങി, സ്വാഭാവികമായിട്ടും ചെൽസി ഡോമിനേറ്റ് ചെയ്യുന്നു, പൊസിഷൻ ഡോമിനേറ്റ് ചെയ്യുന്നു എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു കളി തന്നെയാണ്. ബട്ട് 1-2 മൊമെന്റ്സിൽ നിന്ന് വി സ്റ്റാർട്ടഡ് ക്രിയേറ്റിംഗ് ചാൻസസ് ആഫ്റ്റർ ചാൻസസ്. ആൻഡ് അതോടെ തന്നെ നോണി മാഡോയ്ക്ക് ഒരു കട്ട് ബാക്ക് ചെയ്തിട്ട് വിങ്ങിൽ നിന്ന് അറ്റാക്ക് ചെയ്തിട്ട് ഒരു ക്രോസ് കൊടുത്തു. ആ ക്രോസ് നിക്കലസ് ജാക്സൺ ഷോട്ട് എടുത്തത്, അത് ഡിഫൻഡർ ബ്ലോക്ക് ചെയ്തു. അത് നൈസായിട്ട് കോൾ പാൽമറിന്റെ കാലിന്റെ മുന്നിലേക്ക് വന്നു. അത് കണ്ടപ്പോൾ തന്നെ നമ്മൾ എല്ലാവരും ഏകദേശം ഉറപ്പിച്ച് മച്ചാൻ ഇത് ഗോൾ ആണെന്നുള്ളത്. നോ സർപ്രൈസ്, ഇറ്റ് വാസ് എ ഗോൾ. അതിനുശേഷം നോണി മാഡോയ്ക്ക് കുറച്ച് ഗോൾ അടിക്കാൻ വേണ്ടി 1-2 ശ്രമങ്ങളൊക്കെ നടത്തി. മുഡ്രിക്ക് ഒരു ഡ്രൈവ് ഒക്കെ ചെയ്തിട്ട് പുള്ളിക്കാരൻ എന്താ പറയുന്നത് ഒരു കട്ട് ബാക്ക് ചെയ്തിട്ട് നോണി മാഡോയ്ക്ക് ഒരു ഷോട്ട് ഒക്കെ എടുത്തിട്ട് ഡിഫ്ലക്റ്റഡ് ആയി പോയി. പിന്നെ അതിന് രണ്ടാമത്തെ ഗോൾ വന്നത് അഗൈൻ ത്രൂ കോൾ പാൽമർ തന്നെയായിരുന്നു. കോൾ പാൽമർ വന്നു, ഒരു ത്രൂ ബോൾ നോണി മാഡോയ്ക്ക് കൊടുക്കാൻ തോന്നുന്നു. നോണി മാഡോയ്ക്ക് അത് ഹാഫ് ടേണിൽ നിന്ന് എടുത്തു, അത് ഡിഫൻഡറിന്റെ കാലിൽ തട്ടി, അത് നൈസായിട്ട് കോണർ ഗാലഹറിന്റെ കാലിലേക്ക് വീഴുന്നു. ആൻഡ് ഹി മേഡ് എ ഫാന്റാസ്റ്റിക് ഷോട്ട്. അതോടെ 2-0. പിന്നെ നമുക്കൊരു കോർണർ സെറ്റ് പീസ് കിട്ടുന്നു. ആ സെറ്റ് പീസ് അത് തിയാഗോ സിൽവ ഹെഡ് ചെയ്തിട്ട് നോണി മാഡോയ്ക്ക് കൊടുക്കുന്നു. നോണി മാഡോയ്ക്ക് അത് ഹെഡ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യുന്നു. ആൻഡ് നോണി മാഡോയ്ക്ക് ലുക്ക് സർപ്രൈസ്, കാരണം അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അത്രയും നേരം ഒരു ഗോൾ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാശിയിൽ ഈ ഫൈനലി സ്കോർസ് എ ഹെഡർ ആസ് എ ഗോൾ. മൊത്തം ടീം എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അതോടെ തന്നെ നമുക്ക് മനസ്സിലായി ആ പെനൽറ്റി ഇൻസിഡന്റ് ഒക്കെ കഴിഞ്ഞു. ടീം ഇസ് കംപ്ലീറ്റ്ലി ജെല്ലിംഗ് വെൽ. അതിലൊരു ഒത്തൊരുമ വന്നു തുടങ്ങി എന്നുള്ളത് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നീട് വന്ന ഗോൾ ഐ തിങ്ക് ഫോർ മീ ഇസ് ദ ബെസ്റ്റ് ഓഫ് ദ ലോട്ട്. കാരണം ഒരു സെക്കൻഡ് ഹാഫ് തുടങ്ങി, ആസ്റ്റൺ വില്ല വെസ്റ്റ് ഹാം ശരിക്കും പറഞ്ഞ കളിയിലേക്ക് വളരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത് നമുക്കറിയാം.
എങ്ങും ഇല്ലാണ്ട് ഒരു ബ്രില്യൻ ത്രൂ ബോൾ, അതായത് അണ്ടർലാപ്പ് ചെയ്ത് നോണി മാഡോയ്ക്ക് ഒരു ബ്രില്യൻ ത്രൂ ബോൾ പാസ് ഫ്രം ചാലബ. നോണി മാഡോയ്ക്ക് അത് കട്ട് ചെയ്ത് മുന്നിലേക്ക് 1-on-1 വിത്ത് ഗോൾ കീപ്പർ. ബട്ട് എ നൈസ് അൺസെൽഫിഷ് ലേ ഓഫ് ജാക്സന് വേണ്ടിയിട്ട്. ജാക്സൺ ഗിവ്സ് എ കൂൾ ഫിനിഷ്. ദാറ്റ് എക്സ്പ്ലെയിൻസ് നമ്മുടെ പ്ലേയേഴ്സ് തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർന്നു എന്നുള്ളതിന് ഒരു പെർഫെക്റ്റ് ഒരു ആൻസർ തന്നെയായിരുന്നു. ഈ ഒരു സീസന്റെ ഒരു എൻഡിങ് ഈ ഒരു രീതിയിൽ നടക്കുന്നതിൽ വളരെ വളരെ സന്തോഷം ഉണ്ടായിരുന്നു. ആൻഡ് പിന്നെ കൈസറോന്റെ ഒരു ഫൈനലി ഒരു ബ്രില്യൻ ത്രൂ ബോൾ പാസ്, ഒരു കൗണ്ടർ അറ്റാക്കിംഗ് നിന്ന് ജാക്സൺ ഡസ് എ വെരി കം ഫിനിഷ്. 5-0. വാട്ട് എ വിക്ടറി. ഇറ്റ് ഫെൽറ്റ് ലൈക്ക് എ വിക്ടറി. വി പ്ലേഡ് ലൈക്ക് എ ചാമ്പ്യൻസ് ടീം. 90 മിനിറ്റ് നമ്മൾ ഡോമിനേറ്റിംഗ് ആയിട്ട് കളിച്ചു. എൻകുങ്കുന് ഗെയിം ടൈം കിട്ടി, ഗുസ്തോന് ഗെയിം ടൈം കിട്ടി, കാസഡേന് ഗെയിം ടൈം കിട്ടി. അപ്പൊ നമുക്ക് നേരെ പ്ലെയർ പെർഫോമൻസിലേക്ക് നമുക്ക് കിടക്കാം. ഐ തിങ്ക് പെട്രോവിച്ച് ഹാഡ് എ വെരി ഗുഡ് ഗെയിം. ക്ലീൻ ഷീറ്റ്, വേറെ ഒന്നും പറയാനില്ല, വേറെ മിസ്റ്റേക്കുകളൊന്നും വരുത്തിയൊന്നും ഉണ്ടായിരുന്നില്ല. ബെനുവ ബാദിഷ്യൽ ഹാഡ് എ ഫാന്റാസ്റ്റിക് ഗെയിം. ടോപ്പ് CB ഗെയിം ആയിരുന്നു ബെനുവ ബാദിഷ്യൽ. അതേപോലെ തന്നെ തിയാഗോ സിൽവ. ബെനുവ ബാദിഷ്യൽ is brilliant. എനിക്ക് തോന്നുന്നില്ല ഇനി ചെൽസി വിൽക്കാനായിട്ട് ബെനോ ബാദിഷലിന്റെ പുറകെ പോകുന്നുള്ളത്. പോവുകയാണെങ്കിൽ നമ്മൾ അത്രത്തോളം വില നമ്മൾ ഇടണം. He had a fantastic game closing down players. He was looking solid. Thiago Silva was his usual best. കുക്കുറയ നമ്മുടെ റീസെന്റ് റിസർജൻസിന്റെ ഏറ്റവും വലിയൊരു താരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. He looks absolutely brilliant. ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് ആയിട്ട് കളിച്ചുകൊണ്ട് ആ മിഡ്ഫീൽഡിൽ ആ ഷേപ്പിൽ 3-2-2-3 അറ്റാക്ക് ഷേപ്പിലേക്ക് വേണ്ടി കുക്കുറയെ കാണിക്കുന്ന ആ ഒരു ടെക്നിക്കൽ സ്കിൽ സെറ്റും അറ്റാക്ക് ഏകദേശം ഒരു കാണ്ടേസ് സ്റ്റൈൽ റോളാണ് കുക്കുറ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എക്സ്ട്രീംലി ഡൂയിങ് വെൽ. ചാലബ ഹാഡ് എ ഫാന്റാസ്റ്റിക് ഗെയിം. ഒരു ഹെഡർ ഉണ്ടായിരുന്നു, അത് ഗോൾ കീപ്പറിലേക്ക് നേരെ പോയത്. പിന്നെ ആ കൊടുത്തൊരു ത്രൂ ബോൾ. ഹി ഡിഡ് ഹിസ് ജോബ് റിയലി വെൽ. കൈസേഡോ, കോണർ ഗാലഹർ, ടോപ്പ് പെർഫോമൻസ്. പാൽമർ, മാഡോക്കെ ആൻഡ് ജാക്സൺ അഗൈൻ ബ്രില്യൻ പെർഫോമൻസ്. ആൻഡ് ജാക്സന്റെ 2 ഗോള്. ഇന്നത്തെ ഒരു മത്സരത്തിൽ ജാക്സൺ അങ്ങനെ ഒരു അബദ്ധമൊന്നും കാണിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. യെസ്, പുള്ളിക്കാരൻ 1-2 സമയങ്ങളിൽ പെട്ടെന്ന് ബോൾ റിലീസ് ചെയ്യുന്നുണ്ടെങ്കിലും ഐ സീ ഹിം ഗ്രോയിങ് ഇൻ ടു ദ ഗെയിം. ആ ഒരു ഗ്രോത്ത് കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് ജാക്സണിൽ. ആൻഡ് പ്രത്യേകിച്ച് അവസാനത്തെ ഫിനിഷ്, കൂൾ ആൻഡ് കാം ഫിനിഷ്, ടിപ്പിക്കൽ ജാക്സൺ ആയിരുന്നെങ്കിൽ എന്തെങ്കിലും ബഹളി കാണിച്ചേനെ, നല്ലോണം ഫിനിഷ് ചെയ്തു. ഫാന്റാസ്റ്റിക്. നൗ മുഡ്രിക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഹി ഹാഡ് എ ഡീസന്റ് ഗെയിം. പക്ഷെ മുഡ്രിക്കിനെ കുറിച്ച് സെപ്പറേറ്റ് ഞാൻ ഒരു വീഡിയോ ചെയ്യണം ആസ് ടു വൈ മുഡ്രിക്, എന്തുകൊണ്ട് മുഡ്രിക്കിന് ഈ ഓൺ ആൻഡ് ഓഫ് ഗെയിം ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ ദ ഡിഫറൻസ് വാസ് വെൻ എൻകുങ്കു കെയിം ഇൻ. എൻകുങ്കു വന്നപ്പോൾ തന്നെയും പുള്ളിക്കാരൻ ഒരുപാട് ലിങ്കപ്പിലേക്കും ഡ്രോപ്പ് ഡൗൺ ചെയ്യലും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൊമെന്റ് എന്താണെന്ന് വെച്ചാൽ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റിയിൽ ജാക്സൺ എൻകുങ്കുവിന് കൊടുത്തു. നൗ എൻകുങ്കു അത് പെട്ടെന്ന് ജാക്സനെ ലേ ഓഫ് ചെയ്യാൻ വേണ്ടി നോക്കി. അതൊരു കോൺഫിഡന്റ് പ്ലെയറിന്റെ ഒരു അപ്രോച്ചാണ്. നേരെ മറിച്ച് ഒരു മുഡ്രിക് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് ഒരു ഒറ്റയ്ക്ക് ഒരു ഷോട്ട് അടിക്കാൻ നോക്കിയാണ്. എൻകുങ്കു അത് പെട്ടെന്ന് ലേ ഓഫ് ചെയ്യാൻ നോക്കി. ആൻഡ് പെട്ടെന്ന് ബോൾ റിലീസ് ചെയ്ത് ലിങ്കപ്പ് പ്ലേ കാണിക്കാൻ താല്പര്യത്തിലുള്ള ഒരു പ്ലെയർ ആണ് എൻകുങ്കു. ആൻഡ് ഹാവിംഗ് ഹിം ഇൻ ദ ടീം വിൽ ബി ഫാന്റാസ്റ്റിക്. അത് പറഞ്ഞപ്പോഴാണ് മുഡ്രിക്കിന് ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. അത് മുഡ്രിക്ക് ശരിക്കും പറഞ്ഞാൽ ജാക്സനെ ലേ ഓഫ് ചെയ്തിരുന്നെങ്കിൽ അതൊരു ഗോൾ ആയനെ. പക്ഷെ അതൊക്കെയാണ് ഒരു കോൺഫിഡൻസ് കുറഞ്ഞ ഒരു പ്ലെയറിന്റെ ഒരു ഇതാണ്, അതായത് ഹങ്കർ ഫോർ ഗോൾസ് മുഡ്രിക്കിന്. ഐ തിങ്ക് ഹി വിൽ ഗെറ്റ് ദെയർ എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ബട്ട് ഓവറോൾ ദ ടീം പെർഫോമൻസ് വാസ് ടോപ്പ്. ഇനിയുണ്ട് 3 മത്സരങ്ങൾ. ഞാൻ ഓവർലി എക്സൈറ്റഡ് ആവുന്നില്ല. പെർഫോമൻസിൽ എക്സൈറ്റഡ് ആണെന്നുണ്ടെങ്കിലും ഈ സീസൺ ഇനിയുണ്ട് 3 മത്സരങ്ങൾ. അത് 2 എവേ ആൻഡ് 1 ഹോമാണ്. ആൻഡ് സ്റ്റാംഫോർഡ് ബ്രിഡ്ജ് ഇസ് ബാക്ക് ടു ബി എ ഫോർട്രസ്. അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. എവേ നമ്മൾ ഗോൾസ് ഒരുപാട് അടിച്ചു കൂട്ടുന്നുണ്ട്. നമ്മൾ ഗോൾസ് വഴങ്ങുന്നുണ്ടെങ്കിലും ഇന്നത്തെ മത്സരത്തിൽ നമ്മളിങ്ങനെ ഗോൾസ് വഴങ്ങാനായിട്ടുള്ള ഒരു സാധ്യത കുറവായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷെ ഭവൻ നേരെ മറിച്ച് 3 തവണ പോസ്റ്റിലേക്ക് ഹിറ്റ് ചെയ്തു. ഹാട്രിക് ഓഫ് ഹിറ്റിംഗ് അറ്റ് ദ പോസ്റ്റ്. കോണർ ഗാലഹറിന് ഒരു വളരെ സിമ്പിൾ ഒരു ചാൻസ് ഉണ്ടായിരുന്നു, അതും പുള്ളിക്കാരൻ കൊണ്ടേ പോസ്റ്റിൽ ഹിറ്റ് ചെയ്തു. ബട്ട് ഒരിക്കൽ പോലും എനിക്ക് വെസ്റ്റ് ഹാം കളിയിലേക്ക് വന്നു എന്നോ അല്ലെങ്കിൽ ചെൽസിനെ ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്നോ ഒന്നും എനിക്ക് തോന്നിയില്ല. നേരെ മറിച്ച് സെക്കൻഡ് ഹാഫിൽ ചെൽസി കുറെ നേരം ബോൾ കൺട്രോൾ ചെയ്ത് കളിക്കുകയായിരുന്നു. കുറെ നേരം. ഇറ്റ് വാസ് ജസ്റ്റ് എ ലോഡ് ഓഫ് വൺ ടച്ച് പാസസ് ബിറ്റ്വീൻ ചെൽസി പ്ലേയേഴ്സ്. ഇറ്റ് ലുക്സ് ദ ടീം ഇസ് ഫൈനലി ടേക്കിംഗ് ഷേപ്പ്. ഇനി ഒരു 3 മത്സരത്തിലും ഇതേ കൺസിസ്റ്റൻസി കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അബ്സല്യൂട്ട്ലി നത്തിങ് ലൈക്ക് ഇറ്റ്. എന്നാൽ പിന്നെ പോച്ച് നെക്സ്റ്റ് സീസണിലേക്ക് പോകുന്നതിന്റെ സ്ഥാനം ഏകദേശം ഉറപ്പിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. ബാക്കിയുള്ള വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കാണാം. ഡു ലെറ്റ് മീ നോ ഗൈസ് നിങ്ങളുടെ തോട്ട്സ് ഇൻ ദി കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് വാച്ചിങ്. സൈനിങ് ഓഫ് SK ഫ്രം ചൽസി കാരൻ.